നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ക്ഷീണം മാറ്റാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ എൻ്റെത് ഇത്ര മാത്രമാണ് കേട്ടോ. പക്ഷേ ഇത് കഴിച്ചപ്പോൾ തന്നെ ഹെവി ലോഡായി. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരമല്ലല്ലോ, അതുകൊണ്ടൊരു തൃപ്തി ഇല്ലാണ്ടാണ് കഴിക്കുന്നത്. കുറച്ച് ക്യുക്കുംബറും ക്യാരറ്റും വാട്ടർമെലനും ഒരു പഴവും കൂടിയാണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, പൈനാപ്പിൾ ജ്യൂസും കഴിക്കാം. പിന്നെ വിശക്കുകയാണെങ്കിൽ തൈരൂടെ കഴിക്കാമെന്ന് കരുതി കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനത് കഴിക്കാനായിട്ട് ഇറങ്ങിയത്. അതുവരെ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് കാര്യമായിട്ട് ഐസ്ക്രീമും അതും ഇതൊക്കെ കഴിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ കഴിക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പയറുവർഗ്ഗവും ചിക്കനോ പ്രോട്ടീനായിട്ട് ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതി കേട്ടോ, കാരണം ഇന്നലെ കുറച്ച് ഹെവി ആയതുകൊണ്ടാണ്. അപ്പോഴേ ഞാൻ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ആ കാര്യം ഞാൻ പതിയെ വണ്ണമൊക്കെ കുറയാണെങ്കിൽ പറയാം, ഇല്ലെങ്കിലും പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിപ്പോൾ വണ്ണം കുറയ്ക്കാൻ പരിശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. മുന്നോട്ട് പോവില്ലെന്ന് അറിയത്തില്ല, പക്ഷെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും. ആ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ണം കുറയ്ക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ സ്കിൻ കെയറിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് ഓടി വരാവേ. വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ നമ്മുടെ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് ആണ് എൻ്റെ സ്കിൻ കെയറിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊക്കെ സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു പരിധി വരെ എനിക്ക് ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അവർക്കൊരു ആപ്പുണ്ട് ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞിട്ട്. ആ ആപ്പിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടാവും. ഫ്രീ ആയിട്ടാണ് അവർ അനലൈസ് ചെയ്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരും. അവർ കുറച്ച് ക്രീമെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തരും. മോർണിംഗും നൈറ്റും ഒക്കെ പറയുന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ അവർ കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഫോർ എക്സാമ്പിൾ എത്ര വാട്ടർ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം, ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു ഡയറ്റ് ചാർട്ട് പോലെ ചെറിയ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് വാങ്ങുകയാണെങ്കിൽ അത് ഒരു വർത്ത് പർച്ചേസിങ് ആണ്. ഒരു 3-4 മാസം വരെയൊക്കെ കുറഞ്ഞത് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മുടെ ഈ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ, അത് ടോട്ടലി ഫ്രീ ആണ്. നമ്മളിപ്പോൾ പുറത്തൊക്കെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര കാശ് പോകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ടോട്ടലി ഫ്രീ ആണ്. എന്തായാലും ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഒരു കൂപ്പൺ കോഡ് കൂടി ഉണ്ട്. ആ കൂപ്പൺ കോഡ് ആഡ് ചെയ്ത് നിങ്ങൾ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 100 ഓഫായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്തേക്കാവേ. അങ്ങനെ ഞാൻ സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ട് നിന്നപ്പോഴേക്കും മീഷോന്ന് എനിക്കൊരു സാധനം വന്നിട്ടുണ്ട്. ഇത് വേദയ്ക്ക് വന്ന സാധനം കേട്ടോ. വേദയുടെ റെസിഡൻസിലെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിരുന്ന കമ്മലും മാലയും അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റും അതൊക്കെ വന്നതാണ്. അപ്പോൾ ഇതെന്തായാലും വേദ വന്ന ശേഷം ഓപ്പൺ ചെയ്യാൻ നേരി ജസ്റ്റ് ഞാനൊന്ന് കവർ പൊട്ടിച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് വാങ്ങി അകത്തേക്ക് പോയ സമയം കൊണ്ട് തന്നെ അടുത്ത വേദയുടെ ഡ്രസ്സ് വന്നു. അപ്പോൾ രണ്ടും 2 കൊറിയർ സർവീസ് വഴിയാണ് വന്നത്. അതുകൊണ്ട് 2 പാഴ്സലായിട്ടാണ് വന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം തേനും ഇട്ടിരുന്നില്ലേ, അതുപോലത്തെ ആ സെയിം ഡ്രസ്സ് തന്നെയാണ് വേദയ്ക്കും ഓർഡർ ചെയ്തത്. ദിയയ്ക്കും അമ്മൂനും എല്ലാം ഒരേ സെയിം ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇതും വേദ വന്ന ശേഷം ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെങ്ങനെ വാങ്ങിച്ചവിടെ വച്ചേക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ടി വിയിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഇങ്ങനെ ന്യൂസ് ഇട്ട് കണ്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. ന്യൂസ് കാണാത്ത ആളാണ്, പക്ഷേ ഞാനിത് രാവിലെ മുതലിട്ട് കണ്ട് ഇങ്ങനെ കോരിത്തരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. അങ്ങനെ ന്യൂസ് എല്ലാം കണ്ടിരുന്നു. ഉച്ച സമയമായി, ഏട്ടൻ ചോറെല്ലാം കഴിച്ചു, ഒരു ഉറക്കമെല്ലാം ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്കും വേദ വിളിക്കാനുള്ള സമയമായി. അത് പറയാൻ ഞാൻ വിട്ടുപോയി. വേദ ഡാൻസ് ക്ലാസ്സിന് പോയേക്കാം കേട്ടോ. അപ്പോൾ വേദ വിളിക്കാനായിട്ട് പോകണം. ഞാനിങ്ങനെ ഓടിച്ചാടി വേദ വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ ഇനിയിപ്പോൾ എന്തിനാണ് വരുന്നത്, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഏട്ടൻ അങ്ങ് പോയിട്ട് എന്നെ കൊണ്ടുപോയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ ബോറടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ വേദ വിളിക്കാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല. ഞാൻ കരുതി അവിടെ നിന്ന് ഒരു കുഴുക്കട്ട വാങ്ങി കഴിക്കാമെന്ന് ഇരിക്കുകയാണ്. പിന്നെ ഏട്ടൻ അങ്ങ് മടിപ്പിച്ചപ്പോൾ ഞാനും അങ്ങ് മടിച്ചു. ശരി, നല്ല കാര്യമായിട്ട് ഡയറ്റ് ചെയ്യാം, അപ്പോൾ കൊഴുക്കട്ട വാങ്ങി കഴിക്കേണ്ടി വരില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഞാനും അങ്ങ് മടിച്ചു കേട്ടോ. എന്നിട്ടതേ ഞാൻ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്ക് ഈ സൺഡേ ആണ് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച പ്രോഗ്രാം. അപ്പോൾ നന്നായിട്ട് പരിപാടികൾ അവിടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല മഴക്കാറില്ല, ഒരു ചെറിയ മഴക്കാറും ഒരു ഇടികുടുങ്ങലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം കാര്യമായിട്ട് ചൂടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ബോറടിച്ച് ടി വിയൊക്കെ കണ്ട് ഫോണൊക്കെ കണ്ട് കണ്ണ് വേദന തുടങ്ങി കേട്ടോ.
അത്രയ്ക്ക് മാത്രം ഇരുന്ന് ഫോണും ടി വിയും കണ്ട് വയ്യ കേട്ടോ. അങ്ങനെ വയ്യാണ്ടാകുമ്പോൾ കുറച്ചൊന്ന് കണ്ണിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വെളിയിൽ ഇറങ്ങി എപ്പോഴും നിൽക്കാറുണ്ട്. അതൊരു 2 സെക്കൻഡ് മാത്രം കേട്ടോ, അത് വീണ്ടും അകത്തേക്ക് കയറും. ചിലപ്പോൾ മിനി ആൻറ്റിയൊക്കെ വന്ന് സംസാരിക്കും. ഇപ്പോൾ മിനി ആൻറ്റിയുടെ മകൻ വന്നതുകൊണ്ട് ഗൾഫിലായിരുന്നു, വന്നതുകൊണ്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് ആൻറ്റി ഇപ്പോൾ കാണാറില്ല. അല്ലെങ്കിൽ ആൻറ്റി ഞാനിവിടെ കുറേ സമയം നിന്ന് സംസാരിച്ചിട്ട് അകത്തേക്ക് കയറും. അങ്ങനെ ഞാൻ അകത്തെല്ലാം കയറി ഇരുന്നപ്പോഴേക്കും വേദ വന്നു. വേദ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ. എന്തോ മലായി ബദാം കുൽഫി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കുൽഫി വാങ്ങിച്ചിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു നീ എന്തിനാടി വാങ്ങിച്ചിട്ട് വന്നത് എന്ന് ചോദിച്ചോ. അമ്മ കഴിക്കില്ല, ഇന്നലെ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നുണ്ടോണ്ട് അവൾ വാങ്ങിയതാ കേട്ടോ. അവളെന്തോ ഫെറേറോ ഐസ്ക്രീം വാങ്ങി കഴിച്ചു വന്നു, എനിക്കിത് വാങ്ങിയിട്ട് വന്നു. ഞാൻ പറഞ്ഞിടാ ഞാനിത് കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം അതിനെ കൊണ്ടുവന്ന് അങ്ങനെ ഫ്രിഡ്ജ് വെച്ചു. ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ നീ എന്തായാലും ഒരു ഐസ്ക്രീം കഴിച്ചല്ലോ, ഇതിനെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ നാളെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വേദയ്ക്ക് വന്ന കൊറിയർ എല്ലാം കൊണ്ട് കൈ കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. ഞാൻ പറഞ്ഞു ജസ്റ്റ് പോയി ഒന്ന് ഇട്ട് നോക്കിയിട്ട് വാ, സൈസാണോ ഇല്ലയോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഓക്കെയാണ്. അപ്പോൾ വേദയ്ക്കും തേനൂനും എല്ലാവർക്കും സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓക്കെയാണ്. ഇതാണ് അവരുടെ ഡാൻസിൻ്റെ ഡ്രസ്സെന്ന് പറയുന്നത്. കൊള്ളാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനൊരു കമ്മൽ മാല സെറ്റ്, കമ്മലും മാലയും നെറ്റിച്ചുട്ടി എല്ലാം കൂടിയുള്ളൊരു സെറ്റാണ് ഓർഡർ ചെയ്തത്. ഇതെല്ലാം മീഷോ വഴിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഈ കമ്മലിന് ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, എന്താ പറയുക, ആ സാധനമൊക്കെ ഉള്ളൊരു കമ്മൽ, 2 കമ്മലും പിന്നെ വളയും കൂടി ഓർഡർ ചെയ്തു. ഇതിൽ പിന്നെ മാല, കമ്മൽ, നെറ്റിച്ചൂട്ടി എല്ലാം കൂടി ഉണ്ട്. പിന്നെ വള കൂടി ഓർഡർ ചെയ്താൽ മതി. വള ഒരു സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേനും ഒരു സെറ്റ് വള ഓർഡർ ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ കേട്ടോ. ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഞാൻ കരുതി രണ്ടെണ്ണം ഉണ്ടാവുമെന്ന് കരുതി, പക്ഷേ അതിലൊറ്റ വളയുള്ളൂ. പിന്നെ 2 സെറ്റായിട്ട് ഓർഡർ ചെയ്ത് കേട്ടോ, 2 എണ്ണമായിട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരേ ജ്വല്ലറി, ഒരേ കോസ്റ്റ്യൂം, എല്ലാം ഒരേപോലെയാണ്. ഇനി അതിനൊരു അടിയും പിടിയും വേണ്ട. അവൾക്ക് നന്നായി, എനിക്ക് കുറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമം ആർക്കും വേണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണേ. ഇതിലിപ്പോൾ തേനൂനും വേദയ്ക്കും ഡ്രസ്സ് ഓൾട്ടർ ചെയ്യേണ്ടി ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരത്തുള്ളൂ. അമ്മൂനും തീയ്ക്കും ചിലപ്പോൾ കാര്യമായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും കേട്ടോ. വേദയ്ക്ക് ഇപ്പോൾ തന്നെ അതെല്ലാം പൊട്ടിച്ച് നെറ്റിയിലും അവിടെ ഇവിടെ ഒട്ടിച്ച് വെക്കണം, ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയി, സംഭവം കൊള്ളാമല്ലോ, നോക്കിയല്ലോ, ഓക്കെ ആണല്ലോ, ഡാമേജ് ഒന്നും ഇല്ലല്ലോ, നീ ഞങ്ങൾ വയ്ക്കുക, അവൾക്ക് ഇട്ട് നോക്കണം. ഞാൻ പറഞ്ഞു ഇട്ട് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പോയി വേദ കുളിച്ചിട്ടെല്ലാം വന്നു. അവൾ പറഞ്ഞു കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാമെന്ന്. ഞാൻ പറഞ്ഞു നീ ഡ്രസ്സ് ഇട്ടിട്ട് പോയി കുളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡ്രസ്സ് ഇട്ട ശേഷമാണ് കുളിക്കാൻ പറഞ്ഞു വിട്ടതേ. അപ്പോഴേക്കും തേനു വന്നു വേദയെ വിളിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു വേദ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ് തേനു എന്ന് പറഞ്ഞിട്ട് ഞാനും തേനും കൂടി അകത്ത് കയറിയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നെറ്റ്ഫ്ലിക്സിലൊരു നല്ലൊരു മൂവി, അയ്യോ എന്തോ എൻ്റെ പേര് മറന്നുപോയി കേട്ടോ, പുതിയതാണെന്ന് തോന്നുന്നു, ഞാനിപ്പോഴാണ് കണ്ടത്. ഇത് സീരീസ് അല്ല, മൂവിയാണ്. എക്സ് ടെറിട്ടോറിയൽ അങ്ങനെ എന്തോട്ടെ മൂവിയുടെ പേര്. ബട്ട് നൈസ് ഫിലിമായിരുന്നു. ഒരു ത്രില്ലർ മൂവി കേട്ടോ. തേനു ഇങ്ങനെ വന്നിട്ട് അതിലിങ്ങനെ ഉൾക്കൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം തേനു ഇരുന്നപ്പോഴേക്കും വേദ കുളിച്ചിട്ടെല്ലാം വന്നു. ഇപ്പം പിള്ളേരെ ഒന്നും കാണാൻ പോലും ഇല്ല കേട്ടോ. ദിയേ ഇല്ല, അമ്മു ഇല്ല, ആരും ഇല്ല, ഡാൻസ് പ്രാക്ടീസും ഇല്ല, ഒന്നുമില്ല. ഇവിടെ റെസിഡൻസിലെ പ്രോഗ്രാമിന് ഈ പിള്ളേർ എന്ത് കളിക്കുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഇപ്പം പിള്ളേരെ കാണാൻ പോലുമില്ല. ആ ഒരു സ്പീഡൊക്കെ അങ്ങ് കുറഞ്ഞതുപോലെ. അങ്ങനെ വേദ കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ഡാൻസിന് പോയിട്ട് വന്ന ആ സാധനങ്ങളെല്ലാം ഇരുന്നിടത്ത് അങ്ങ് ഇട്ടിട്ട് പോയേക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു, എല്ലാം പറക്കിക്കൊണ്ട് ഒതുക്കി വെക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് അടുക്കി വെക്കും, അവളാണെങ്കിൽ കൊണ്ടുവന്ന് എൻ്റെ മീതെ കൊണ്ടുവന്ന് ഇടും കേട്ടോ. അപ്പോൾ ചില നേരത്തെ എനിക്ക് എൻ്റെ കലി ഇളകി നിൽക്കുക സമയമാണെങ്കിൽ വൃത്തി ഞാൻ കയറ്റി കൊടുക്കും കേട്ടോ. അങ്ങനെ അധികം എനിക്കങ്ങനെ വരില്ല, പക്ഷെ ചില സമയങ്ങളിൽ ഇന്നിപ്പോൾ ഞാൻ വഴക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഓരോന്നായിട്ട് പറക്കിക്കൊണ്ടൊക്കെ വയ്ക്കുക കേട്ടോ. ആ ഐസ്ക്രീമിൻ്റെ കവർ വരെ അതുപോലെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ വേദയും തേനും വന്നിട്ട് കളിക്കാൻ പോയിട്ട് വന്നപ്പോഴേക്കും ആ സിനിമയുടെ ക്ലൈമാക്സ് ആയി. അതിനെ വന്നിങ്ങനെ നല്ല ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല മൂവിയായിരുന്നു. അങ്ങനെ ആ സിനിമ എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും ഞാനൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര തണുപ്പും മഴയില്ല, ഭയങ്കര തണുത്ത കാറ്റ് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കിടിലം കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ട്. പക്ഷെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് വരെ ആ മഴയുടെ ഇങ്ങനെ പിശറുണ്ടല്ലോ, അതിങ്ങനെ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഈ കാറ്റിൻ്റെ ഒരു ഇതിൽ വീട്ടിലകത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. അകത്ത് ഇതൊന്നും അറിയുന്നില്ല, തണുപ്പുമില്ല, ഒന്നുമില്ല. പുറത്തിറങ്ങിയപ്പോൾ നല്ല നമ്മൾ നോർത്തിലൊക്കെ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാര്യമായിട്ടുള്ള കാറ്റും മിന്നലുണ്ട്. ഇടി വലുതായിട്ടില്ല, നല്ല മിന്നലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഒരു നോർത്തിലൊക്കെ പോയൊരു ഫീൽ. ഒരു തമിഴ്നാട്ടിലൊക്കെ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ അതിനെക്കാട്ടി നല്ല വലിയ കാറ്റുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ വേദയൊന്നും കാണാനില്ല. അങ്ങനെ ഞാൻ തേനുവിൻ്റെ വീട്ടിൽ പോയി. ഇവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനൊന്നും പോകണില്ല. അങ്ങനെ ഞാൻ തേനുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ തേനും കൂടെ വരികയാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അമ്മു ഇല്ല കേട്ടോ. അമ്മുവിൻ്റെ പള്ളിയിൽ എന്തോ ഡാൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടീസിന് അമ്മു പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മു ഇല്ല.
തേനും വേദയും മാത്രമേ ഉള്ളൂ. ദിയ ഡേ കെയറിലാണ്. ഡേ കെയറിൽ നിന്ന് ദിയ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. നല്ല വൈകുന്നേരം കുറേ സമയം ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ കൊള്ളാം കേട്ടോ. ഭയങ്കര നല്ല തണുപ്പ്. അതെവിടെയോ നല്ല കാര്യമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്. നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊടിങ്ങി പൊടിങ്ങി മഴയും നിൽപ്പുണ്ട്. അങ്ങനെ ഡ്രോപ്പ് വീഴുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് വേദയും തേനും കൂടി ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ കട്ട് ചെയ്തിരുന്നു. അത് വേദ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുകയാണ്. തേനൂനും എടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഫ്രൈസ് ഫ്രിഡ്ജിലിരുന്നു. അതിനെ ഫ്രൈ ചെയ്ത് തേനൂനും വേദയ്ക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് അകത്ത് കയറിയേ. ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പിള്ളേർ രണ്ടും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു തേനു പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ആൻറ്റി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ തേനുവിനെ കാണാനില്ല. തേനു അതിനിടയ്ക്ക് പോയി കേട്ടോ. പിന്നെ ഒരു നല്ല കാറ്റും കറണ്ടെല്ലാം പോയി. അവിടെയൊക്കെ ഫുൾ ഇരുട്ടായിരുന്നു. പിന്നെ ഞാൻ തേനുവിനെ വിളിക്കാനും നിന്നില്ല. അങ്ങനെ തേനു എന്തായാലും ഫ്രൈസ് കഴിക്കാനുണ്ടായില്ല. അങ്ങനെ ഒരു അടുപ്പത്ത് ഫ്രൈസ് വറുക്കാനുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് രാവിലത്തെ മീൻകറി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് തൈരിന് വേണ്ടിയിട്ട് ഞാൻ പാല് കാച്ചുക കേട്ടോ. കരുതി തൈര് ഞാൻ തന്നെ ഒഴിച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നല്ല പുളിപ്പൊന്നും അധികം ഉണ്ടാകില്ല. ഞാൻ സാധാരണ മിൽമയുടെ പാല് വാങ്ങും. ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് സിമ്മിൽ അങ്ങനെ ഇട്ടേക്കും കേട്ടോ. ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടേക്കും. അപ്പോൾ പാല് നന്നായിട്ട് കുറുകി വരും കേട്ടോ. എന്നിട്ട് അതിനെ ഒരു സ്പൂൺ തൈരിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് രാത്രി വയ്ക്കും. രാവിലെ ആകുമ്പോൾ നല്ല കട്ട തൈര് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതിനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ തൈരും യോഗേർട്ടും ഒക്കെ ഇവിടെ നല്ല കാര്യമായിട്ട് ചിലവുണ്ട്. യോഗേർട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. യോഗേർട്ട് വാങ്ങാറേ ഉള്ളൂ. മിക്കവാറും തൈര് തന്നെ കേട്ടോ. യോഗേർട്ടൊക്കെ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ പോയിട്ട് എടുക്കത്തേ ഉള്ളൂ. ഇപ്പോൾ കുറേ ദിവസമായി പുറത്തോട്ടൊക്കെ പോയിട്ട് അതുകൊണ്ട് എടുത്തില്ല. പോകുമ്പോൾ ചിലപ്പോൾ മറന്നും പോവും. അങ്ങനെ വേദയ്ക്ക് ഫ്രൈസ് ഉണ്ടാക്കുകയാണ്. വേദയ്ക്കും തേനൂനും കൂടി ഉണ്ടാക്കിയതാണ്. പക്ഷേ തേനും ഇല്ല. അതിൻ്റെ കൂടെ ഒരു മസാല പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെരി ഫ്രൈസ് എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ എണ്ണയെല്ലാം ചൂടായി ഫ്രൈസ് പറക്കിയിട്ടു. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറേശ്ശെ ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിറയെ എണ്ണ ഒഴിച്ചിരുന്നെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് വറുത്ത് കോരാം. പക്ഷേ എണ്ണ പിന്നെ ഉപയോഗിക്കത്തില്ല. അതെടുത്ത് കളയേണ്ടി വരും. അപ്പോൾ എന്തിനാ വെറുതെ എണ്ണ കളയുന്നത്? നമുക്ക് കുറേശ്ശെ പതിയെ നിന്ന് വറുത്ത് കോരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പാം ഓയിലാട്ടോ എടുത്തത്. ഈ ഫ്രൈസൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പിന്നെ ഇവിടെ സൺഫ്ലവർ ഓയിൽ കൂടുതലും വാങ്ങുമായിരുന്നു. ഇപ്പം പക്ഷേ വാങ്ങാറില്ല. കാരണം സൺഫ്ലവർ ഓയിൽ വാങ്ങിയിട്ട് ഏത് പാത്രത്തിൽ വെച്ചിട്ടെടുത്താലും ആ പാത്രമെല്ലാം പശ കണക്ക് ഒട്ടും കേട്ടോ. എന്തോ ഒരു കറ കണക്ക്. ആ കറ പിന്നെ എത്ര കഴുകിയാലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാത്രങ്ങളെല്ലാം ആകെ വൃത്തികേടാവും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ വാങ്ങാറില്ല. എനിക്കിഷ്ടമല്ല സൺഫ്ലവർ ഓയിൽ. അങ്ങനെ പാം ഓയിലിൽ ഞാൻ നമ്മുടെ ഫ്രൈസ് വറുത്ത് കോരുകയാണ്. പാലിപ്പോൾ തിളയ്ക്കുമെന്ന് പറഞ്ഞ് നോക്കി നിന്നിട്ട് പാല് തിളയ്ക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ തൈരിന് ഒഴിക്കാനായിട്ട് കുറച്ച് കട്ടിയുള്ള പാല് തന്നെ വാങ്ങിയാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം കുറച്ചൊരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വച്ചിരുന്നാൽ കറക്റ്റ് നമ്മുടെ പാല് നന്നായിട്ട് കുറുകി കിട്ടും. എന്നിട്ട് ഒറ്റൊരു സ്പൂൺ കട്ടി തൈരെടുത്ത് ഒഴിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് ചെറിയ ചൂടോടെ പാലൂടെ ഒഴിച്ചാൽ പിറ്റേ ദിവസം നന്നായിട്ട് കിട്ടും കേട്ടോ. നല്ല കട്ടിയായിട്ട് കിട്ടും. ഇത്രയും വീമ്പിളക്കി ഞാൻ പറയുന്നുണ്ട്. നാളെ ഇനി ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളമായിട്ട് കിടക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് സക്സസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരുമോ അന്നെല്ലാം ഫ്ലോപ്പായിരിക്കും. നോക്കാം നമുക്ക്. നാളെ രാവിലെ ഇതിൻ്റെ ഈ പാലിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് നോക്കാവേ. വേദയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും കൊടുക്കാനായിട്ടില്ല. പുട്ടും മീൻകറിയും ഉണ്ട്. അത് ആ കൊച്ചിന് വേണ്ട. എന്തുണ്ട് ഇവിടെ കഴിക്കാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല കഴിക്കാൻ, പുട്ടും മീൻകറിയും തരാമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് ചോക്കോസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചുകൊണ്ട് പോയതും ചോക്കോസാണ്. ഞാൻ പറഞ്ഞു പിന്നെ എപ്പോഴും നിനക്ക് ഞാൻ ചോക്കോസ് തന്നുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഫ്രൈസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഫ്രൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ചോറെല്ലാം കൊടുത്തു വിടും. ഇന്ന് ഉച്ചയ്ക്ക് ചോറും തൈരും മാത്രമാണ് വേദ കൊണ്ടുപോയത്. ഈ കൊച്ചങ്ങനെ വിശക്കാണ്ടിരിക്കുന്നു എന്നറിയില്ല. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഏട്ടന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അത് മാത്രമാണ് ഈ കൊച്ച് കഴിച്ചിട്ടുള്ളത്. എങ്ങനെ വിശക്കാണ്ടിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും ഹെവി ആയിട്ട് ഡാൻസും ഒക്കെ കളിച്ചിട്ട് എങ്ങനെ വിശക്കാണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു പഴവും കൂടി രാവിലെ കഴിച്ചായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റൈസൊക്കെ കഴിക്കുമ്പോൾ വിശപ്പടങ്ങുമായിരിക്കും. നല്ല കാര്യം. വേദയും ഡയറ്റിലാണ്, അൺഹെൽത്തി ഡയറ്റിലാണ് വേദ. നമ്മുടെ ഫ്രൈസ് എല്ലാം വറുത്ത് കോരി ഇനി അടുത്ത് നമ്മുടെ പെരി മസാല അതിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ മസാല ആകെ കട്ടയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതിന് ഞാൻ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പറഞ്ഞില്ലേ തേനൂടെ കണക്കാക്കി ഉണ്ടാക്കാൻ എടുത്തതാണ്. അപ്പോൾ തേന് പോയതുകൊണ്ട് പിന്നെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. വേദയ്ക്ക് മാത്രം ശകലം ഉണ്ടാക്കി അതിൽ കുറച്ച് സോസും ഒക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഈ കൊച്ചിന് ഈ വക സാധനങ്ങളല്ലാതെ വേറെ ഒന്നും വേണ്ട. അവൾക്ക് എല്ലാത്തിനോടും ആ ഒരു തരം അറപ്പാണ് കേട്ടോ. ആഹാര സാധനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ജങ്ക് ഫുഡ്സ്
ചിക്കൻ ഐറ്റംസ് ഇതുപോലെ ഇങ്ങനെ വറുത്തൊക്കെ കോരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കൊച്ചിന് ഇഷ്ടം. ചോറും പച്ചക്കറികളും കൂട്ടികൾ കഴിക്കാറേ ഇല്ല. അതെന്താണ് അങ്ങനെയെന്ന് അറിയില്ല. എനിക്കും അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒട്ടും കഴിക്കാതെ ഇല്ല. ഇത് വേദയ്ക്ക് പിന്നെ ഞാൻ നിർബന്ധിച്ചൊക്കെ കൊടുക്കുമ്പോൾ എടുത്ത് കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ, കഴിച്ച് വിശപ്പടക്കിയാൽ പോരെ, അല്ലേ? എന്തോ നമ്മുടെ മമ്മൂക്ക പറയും പോലെ മരുന്ന് പോലെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. ആഹാ, എന്തൊരു നല്ല കാര്യം. പുള്ളി പറയുന്നത് സത്യമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഈ ഡയറ്റ് എടുക്കുന്ന ബുദ്ധിമുട്ട് എനിക്കേ അറിയത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈസ് റെഡിയാണ്. അതിൽ പെരി പെരി മസാല എല്ലാം ഇട്ടിട്ട് കുറച്ച് സോസ് ഒഴിച്ചിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സംഭവം കൊള്ളാം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അത് ആ കലോറി വരത്തില്ലല്ലോ. അങ്ങനെ ഒരെണ്ണം കൂടി ഞാനെടുത്ത് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്ര മാത്രമാണുള്ളത്. അപ്പോൾ നമ്മുടെ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.